ഹലോ, അങ്ങനെ നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 20ാമത്തെ വീഡിയോ ആണ് കേട്ടെന്ന്. ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ. 20 ദിവസമൊക്കെ ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നേ. നമ്മുടെ വീട്ടിൽ രാവിലെ പുട്ടും കടല ഉണ്ടാക്കിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എന്തായാലും പുട്ടും കടല ഉണ്ടാക്കാമെന്ന്. ഇന്നലെ തന്നെ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത്. അതിൻ്റെ ഇടയിൽ രാവിലെ തന്നെ പട്ടു എണീറ്റ് വന്ന് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നെങ്കിൽ സ്കൂളിൽ പോകണ്ട, അല്ലെങ്കിൽ ട്യൂഷന് പോകണ്ട, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വെച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അവളും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ എപ്പോഴും ഇഡ്ഡലി, ദോശ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഭൂരി, പൊങ്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം രാവിലെ ടിഫിൻ ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ആളുകൾ അന്ന് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അതായത് രാവിലത്തെ ഭക്ഷണം, ഉച്ചത്തെ ഭക്ഷണം, രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ ഒരുപാട് ആളുകൾ കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അമ്മ അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ, ഈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഏടത്തിയൊക്കെ ഉള്ള സമയത്ത് മുതൽ പുട്ട്, അതുപോലെ ഇടിയപ്പം ഞാൻ ഇപ്പം ഉണ്ടാക്കിയാലും ശരിയാവാറില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറില്ല. എപ്പോൾ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവാറില്ല. കാരണം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറില്ല. അതല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഞാനും ഇപ്പോൾ കുറച്ചായി ട്രൈ ചെയ്ത് തുടങ്ങി കേട്ടോ. പുട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കണമല്ലോ. അതിൻ്റെ ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസങ്ങളിലൊരിക്കലും മാത്രമാണ് കേട്ടോ പുട്ടുണ്ടാക്കലുള്ളൂ. പിന്നെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പിള്ളേരാരും കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ വലിയവർ മാത്രമാണ് പുട്ട് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പോഴേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഞാൻ പുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ പട്ടുവിന് സ്കൂളിലേക്കും. അപ്പോൾ കടലക്കറിയും ഗോതമ്പ് ദോശയാണ് പട്ടുവിന് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണികളൊക്കെ തീർത്ത് ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി, ബൂസ്റ്റ് വേണ്ടവർക്ക് ബൂസ്റ്റ്, അതെല്ലാം ഉണ്ടാക്കി വെച്ച് ചുണ്ടുവിന് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടോ. ഇന്ന് ചുണ്ട് നല്ല കുട്ടിയായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും നേരത്തെ അവൾ തന്നെ ചെയ്യുമായിരുന്നു. സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുമ്പോൾ വേഗം ചെയ്ത് തരൂ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും അടുക്കളയിൽ വേറെയും കുറേ പണികളുണ്ടായിരുന്നു. കൊണ്ടുവന്ന ലഞ്ച് ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക, ചൂടാക്കാനുള്ള ഫുഡൊക്കെ ചൂടാക്കി വയ്ക്കുക, അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇടാം. ഇങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ട് ഞാനും ഫ്രണ്ടും കൂടിയും ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല കേട്ടോ, കുറേ നാളായിട്ട് ആൾ പറയുന്നു നല്ല ചാറ്റ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പാനിപ്പൂരി കഴിക്കാമെന്ന്. എനിക്കിങ്ങനെ ചാറ്റ് ഐറ്റംസിനോട് അത്ര വലിയ ക്രേസൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കുറേ നാളായിട്ട് ആൾ പറയുന്നതുകൊണ്ട് ഞാനും പോയിട്ടൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ മുക്കിലും മൂലയിലൊക്കെ ഇങ്ങനെ ചാറ്റ് ഐറ്റംസ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. പക്ഷേ എനിക്കത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ട്രൈ ചെയ്യാറൊന്നുമില്ല. എന്തായാലും കുട്ടികൾക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പട്ടുവിനെ ട്യൂഷന് വിട്ടിട്ട് ഞാനും ആളും കൂടിയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി. മഴയൊക്കെ പെയ്തിരിക്കണ കാരണം ഇവിടെ റോഡൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. ഇതാണ് ആൾ പറഞ്ഞ ചാറ്റ് കട. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ചാറ്റൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എന്താണോ ഇതിലൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഒരേ ടേസ്റ്റാണ് കേട്ടോ തോന്നാറ്. അങ്ങനെ ഞങ്ങൾ 1-2 സെറ്റ് പാനിപ്പൂരിയും അതുപോലെ സമൂസ ചാറ്റൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പട്ടുവിനെ എടുക്കാൻ പോയി. പട്ടു കുറേ നാളായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാറില്ലല്ലോ. അവൾക്ക് എന്നും ട്യൂഷനുള്ള കാരണം കുട്ടി എന്നും സങ്കടം പറയാറുണ്ട് കേട്ടോ. ആൻറ്റി എന്നും എന്നെ കൊണ്ടുപോയില്ല, അമ്മ എന്നെ കൊണ്ടുപോയില്ല എന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവളെ എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള അന്ന് നമ്മൾ പോയി കിട്ടു പാർക്കിൽ പോകാൻ കേട്ടോ. അവിടെ മഴ പെയ്ത നല്ല അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കുറേ നേരം കളിക്കും ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് മഴ വരണയൊക്കെ മുമ്പ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ.